വളകൾ. ഈ വള എപ്പോ വാങ്ങിയതാ? എന്റെ കല്യാണത്തിന്റെ അപ്പോ നിനക്ക് തരാൻ വേണ്ടി വാങ്ങിയതാ. മമ്മ, ലൈറ്റ്സ് ഓഫ് ചെയ്യട്ടെ. എന്തിന്? അത്രയും വെളിച്ചാണല്ലോ മമ്മയുടെ കണ്ണീന്ന് വരുന്നത്. അപ്പൊ പവർ അങ്ങ് സേവ് ചെയ്യാന്ന് കരുതി. ആദ്യാ, കുസൃതിക്കാരിയാ. ആരാ എന്താന്നൊന്നും നോക്കില്ല ചേച്ചി. മനസ്സിൽ വരുന്നത് അപ്പ പറയും. മനസ്സിലൊന്നും വെക്കാതെ സംസാരിക്കുന്നവര് നല്ലവരാന്നാ പറയാറ്. ആ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മമ്മയ്ക്ക് കൊടുത്തേക്ക്. എനിക്ക് എന്തായാലും അതിന്റെ ഒന്നും ആവശ്യമല്ല. എന്ത് വർത്താനം അത്? നിന്റെ മോള് നിന്നെ പോലെയല്ലേ ഉണ്ടാവൂ. ചെറുപ്പത്തില് നിനക്ക് ഇതിലും കുറുമ്പായിരുന്നു, ഓർമ്മയുണ്ടോ? ഒന്നും മറന്നുപോയിട്ടില്ല ചേച്ചി. വയസ്സ് കൂടുന്തോറും ഓർമ്മ കുറയുന്നാ പറയുന്നേ. പക്ഷെ എനിക്ക് എല്ലാം നല്ല ഓർമ്മയുണ്ട്. ചേച്ചിയെ വിഷമിപ്പിച്ചതും സന്ധ്യയെ അതിനെക്കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ടല്ലോ, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. എല്ലാം ഭദ്രമായിട്ട് വെക്കാൻ നിന്റെ അത്ര കഴിവ് വേറെ ആർക്കാ? ചേച്ചിയെ പോലെ വളരണോന്ന് എത്ര പ്രാവശ്യം ആദ്യയോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാനങ്ങ് മറന്നോളെ. നീ അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ചേച്ചി, ചേച്ചിക്ക് മോളാണോ മോനാണോ? പെൺകുട്ടിയാ. പേര് രാജലക്ഷ്മി. രാജലക്ഷ്മി. എങ്ങനെയിരിക്കും ചേച്ചി? ഇവളെ പോലെയല്ല. നിന്റെ മോള് തീയാ, കത്തി ജ്വലിക്കല്ലേ. എന്റെ മോള് വെണ്ണ പോലെയാ, പെട്ടെന്ന് അലിഞ്ഞു പോവും. അവൾ ഉരുകി നെയ്യാവുമ്പോ അതെടുത്ത് ആദ്യയുടെ പുറത്തൊഴിച്ച വലിയൊരു മഹായജ്ഞം നടത്താം. ചേച്ചി, ഫോറിനിലേക്ക് വരുന്നതാണ് ഫസ്റ്റ് ടൈം എന്നാ ഞാൻ കരുതി. ഫോൺ കോൾ വരുന്നതും ഫസ്റ്റ് ടൈം ആണല്ലേ. ആദ്യ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഹെൽപ്പ് ഹാ. ചേച്ചി, ആ, ഇവിടെ വെക്കണം. ആ. ഹലോ എന്ന് പറ. ഹലോ. ഹലോ അമ്മേ. രാജലക്ഷ്മി. അമ്മേ, അമ്മ എപ്പോ വരും? ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല. അപ്പോഴേക്കും അങ്ങോട്ട് വരണോ? എനിക്ക് കോളേജില് ഫെയർവെൽ ഫംഗ്ഷൻ ഉണ്ട്. അത് നീ പറഞ്ഞതല്ലേ? പറഞ്ഞെന്നോ? ആ, ആ കറുപ്പ് സാരിയുടെ ജാക്കറ്റ് ശരിയായി, പക്ഷേ അതിനകത്ത് ധരിക്കുന്നതിന് അയ്യോ, ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനങ്ങ് വരുമല്ലോ. വാങ്ങിച്ചോണ്ട് വരാം. ആ, ഡാ, ഇപ്പഴാ നിനക്ക് സുഖാണോന്ന് ചെറിയമ്മ ചോദിച്ചത്. ദാ കൊടുക്കാം, സംസാരിക്ക. ഹലോ രാജലക്ഷ്മി. സുഖായിരിക്കുന്നു മോളെ. എനിക്ക് സുഖമാണ് ചെറിയമ്മേ. നിങ്ങളൊന്നും നമ്മുടെ നാട്ടിലേക്ക് വരില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴാ വരുന്നെന്ന് ചോദിക്കാത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും
ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട്. സത്യമാണോ ചിറ്റേ? ഉം. എന്റെ മോൾ ആദ്യക്ക് നിന്റെ അതേ പ്രായ മോളെ. ഫോൺ അവൾക്ക് കൊടുക്കാൻ നോക്കിയപ്പോ വാഷ്റൂമിലേക്ക് പോയിരിക്കുക. അടുത്ത തവണ സംസാരിക്കാം. ഇതാ നിന്റെ അമ്മയുടെ ഫോൺ കൊടുക്കാമേ. രാജലക്ഷ്മി, പറയമ്മേ. അമ്മ വെക്കട്ടെ മോളെ. അമ്മേ അമ്മേ. ആദ്യം വന്നോ? രാജലക്ഷ്മിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഓ ഐ സി. സന്ധ്യ, ആ? അവളോട് പറയുന്നൊക്കെ നിക്കട്ടെ, ആദ്യം എന്നോട് പറ. പെട്ടെന്ന് നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അത് പറയ്. എന്റെ ചേച്ചിക്ക് അമേരിക്ക ഒന്ന് കാണിച്ചു തരാൻ. പെട്ടെന്ന് റെഡിയാവാ, നമുക്ക് പുറത്തു പോവാം. മമ്മ നമ്മള് പുറത്തു പോണെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തതല്ലേ? അത് തന്നെയാണ് പ്ലാൻ. നമ്മുടെ കൂടെ വല്യമ്മയും കൂടി വരുന്നുണ്ട്. നിനക്ക് ബോറടിക്കില്ല. നമ്മൾ ഉണ്ടാക്കിയതൊക്കെ എങ്ങനെ ഉണ്ടോ എന്തോ. അല്ലമ്മേ, ഇത് പപ്പടോ അതോ ചപ്പാത്തിയോ? പപ്പടോ ആടാ. പപ്പടം അത്രേ, പപ്പടം. മനുഷ്യരാരെങ്കിലും കഴിക്കോ ഇത്? ഡാ, വാ മൂടി വെച്ചോ. വേണമെങ്കിൽ കഴിക്കില്ലെങ്കിൽ വേണ്ട, പോടാ. ഓ, ഇങ്ങനെ വല്ലച്ചനോട് പറയാൻ പറ്റുമോ? നോക്കടി ഇവ പേടിപ്പിക്കുന്നത്. പോടാ. ബിജുവിന് സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കഴിച്ചത് തന്നെ. ഇനിയിപ്പൊ ഏട്ടനെ ആര് പോയി വിളിക്കും? എന്നോട് ക്ഷമിക്കണ എടുത്തി. ഏട്ടനെ പോയി വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ല. അങ്ങനെ കാണുമ്പോ എന്റെ കയ്യും കാലും വിറക്കുക. ഇപ്പോഴളിയൻ എവിടെയാ ഉള്ളത്? ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ ചേട്ടാ. നീ വീട്ടിലേക്ക് പോയി ആ രാസവളം അയക്കേണ്ടെന്ന് ധർമ്മയോട് പറഞ്ഞേക്ക്. അവന്റെ പേരിന് ചേരുന്ന പോലെ തന്നെ ബിസിനസ്സും ചെയ്യാൻ പറയാ. ശരി ചേട്ടാ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവനോട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ ചെന്ന് വിളിക്കാം. നിങ്ങളോ? നിങ്ങൾ വിളിക്കാമെന്നോ? എന്തേ സംശയമാണോ? നിന്റെ അളിയൻ ഇനി സിംഹമാണോ? ശരി, പോയി വിളിച്ചേക്കേ. ദേ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ വേണ്ട. വിളിക്കാന്ന് പറഞ്ഞിട്ട് അറിഞ്ഞോണ്ട് ആരെങ്കിലും പോയി സിംഹത്തിന്റെ വായിലോട്ട് തലവെച്ച് കൊടുക്കുവോ? ഞാനും അത് തന്നെയാ പറഞ്ഞ. ഏടത്തി ഒരു ദിവസം വീട്ടിലില്ലാത്തപ്പോ തന്നെ ഏട്ടനെ ചെന്ന് വിളിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കും ഇല്ലാണ്ടായി. ആ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് രാജലക്ഷ്മിയോട് ചെന്ന് വിളിക്കാൻ പറയാം. അവിടെ വിളിച്ചാൽ ചിലപ്പോ വരുമായിരിക്കും. അതാ നല്ലത്. ആ. അയ്യോ, രാജലക്ഷ്മി എവിടെ പോയി? അത് വന്നല്ലോ. നിങ്ങളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എല്ലാവർക്കും ഭക്ഷണം എടുത്ത് വിളമ്പി കൊടുക്ക. ഇങ്ങോട്ട് തന്നെ.
ആ, ആ, തക്കാളിക്കറി ഒഴിക്കണോ അതോ വെണ്ടയ്ക്ക കറി ഒഴിക്കണോ? എന്ത് കറിയാ ഒഴിക്കണ്ടേ അമ്മേ? ജാനകി ഈ വീട്ടിലില്ലാത്തോണ്ട് ഇവിടെ ആരെന്ത് കഴിക്കുന്നു നിങ്ങൾക്കൊന്നും ഒരു പിടുത്തവും ഇല്ലല്ലേ? ചിറ്റേ, അച്ഛൻ തക്കാളി ചട്നി കഴിക്കില്ല. അച്ഛാ, ഞാൻ അച്ഛന് വേണ്ടി ചൂടുവെള്ളം കൊണ്ടുവന്നതാ. ചിറ്റേ, അച്ഛൻ പരിപ്പ് നെയ്യുമാണ് ആദ്യം കഴിക്കുക. ഞാൻ വിളമ്പി കൊടുക്കാം. ആ, ആ, ആ. രാജലക്ഷ്മി ഒരു ഉത്തരവാദിത്തമുള്ള കുട്ടിയായപ്പോ ദൈവമേ, അമ്മാവാ, പൂജാരി അമ്മാവനുള്ള പ്രസാദം തന്നിട്ടുണ്ട്. ഉം. അച്ഛാ, അച്ഛന് ഇഷ്ടമുള്ള ആഹാരം പായസം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഉം. എടാ ശ്രീനി, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഉം. നാണിക്കണ്ട, വിളമ്പിക്കോളൂ. ഉം. വാ ചേച്ചി, സന്ധ്യ, വാ ചേച്ചി, സന്ധ്യ, വാ, അയ്യോ, വാ. ചേച്ചി, 20 വർഷം മുൻപ് ആദ്യക്ക് ഇവിടെ വെച്ചാണ് ഞങ്ങള് ചോറൂണ് നടത്തിയത്. അന്ന് ഇവളുടെ മുന്നിൽ സ്വീറ്റ്സ്, പൈസ, ആഭരണങ്ങള്, കൊലുസ്, ബുക്സ് എല്ലാം വെച്ചു. എന്നിട്ട് ഇവൾ എന്താ ചെയ്തതെന്നറിയോ?
കത്തി എടുത്ത് അതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ പറയും. എനിക്ക് എന്റെ ചേച്ചിയോട് എല്ലാം പറയണം. ചേച്ചി ഇങ്ങോട്ട് വാ, എനിക്ക് ഇനി ഒരുപാട് പറയാനുണ്ട്. മമ്മ, മമ്മ, ഡേയ്, നിക്ക്. മമ്മ, ഇത് എവിടേക്കാ? മമ്മ, ചേച്ചി വാ ചേച്ചി, ഇനി ആദ്യം കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഓടി വാ. മമ്മ, എന്താ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? ആദ്യം മമ്മ, ആദ്യം പറയാൻ വിടാൻ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളാണ് വീട്ടിലെല്ലാം തീരുമാനിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് ചെയ്തിരിക്കും. ആര് പറഞ്ഞാലും കേക്കില്ല. മതി മമ്മ. ഇപ്പൊ അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താ? മമ്മ, പ്ലീസ് സ്റ്റോപ്പ്. ഓക്കേ ഓക്കേ. ചേച്ചി ചേച്ചി, ഞാനൊരു സ്ഥലം കാണിച്ചു തരാമേ. വാ ചേച്ചി. സന്ധ്യ വാ, എങ്ങോട്ടാ? പെട്ടെന്ന് വാ. ആദ്യ യു ഓൾസോ കം. സന്ധ്യ മമ്മ, സന്ധ്യ മമ്മ, എങ്ങോട്ടാ? വരുന്നേ, വാ ചേച്ചി വാ. മമ്മ, അവിടെ നിക്ക്. വരാൻ. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം കാണിക്കണമെന്ന്? എവിടെയാ? ഇതാണ് ആ സ്ഥലം. ചേച്ചി, ആ? ആദ്യക്ക് ഇവിടെ വെച്ചാണ് ഹാഫ് സാരി ഫംഗ്ഷൻ നടത്തിയത്. അന്ന് ഇവളെ കണ്ടപ്പോഴൊക്കെ എനിക്ക് ചേച്ചിയെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അന്ന് മുഴുവനും എന്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു ചേച്ചി. പക്ഷെ എന്റെ ഓർമ്മയില് നീ എന്നും ഉണ്ടായിരുന്നു സന്ധ്യ. അന്ന് എല്ലാരും ഇവൾക്ക് അരിയും പൂവിടുമ്പോ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇവൾ എന്നോട് ചോദിച്ചു. അതൊക്കെ നമ്മുടെ രീതിയാണെന്ന് അറിയാവുന്നല്ലാണ്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കും അറിയില്ല ചേച്ചി. മോളെ ആദ്യ, ആയുള്ള ആരോഗ്യത്തോടെ എന്റെ ആയുസ്സും കൂടി തന്ന് 100 വർഷം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അനുഗ്രഹിക്കുന്നു മോളെ. ചേച്ചി ചേച്ചി, ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്. വന്നേ വന്നേ വന്നേ. ആ പറയാം വാ. എങ്ങോട്ടാ? പോവാനുണ്ട്, വാ. എങ്ങോട്ടാന്ന് പറയേ. ചേച്ചി വാ. ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായോ ചേച്ചി? 2 വർഷം മുമ്പ് സദ്യ എന്താണെന്ന് ആദ്യക്ക് കാണിച്ചു കൊടുക്കാൻ ഇലയിട്ട് ചോറ്, പരിപ്പ്, സാമ്പാറ്, പായസം, പഴം എല്ലാം വിളമ്പിയപ്പോ എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വേറൊരിനെ വിളിച്ച് നിർബന്ധമായിട്ട് പിസയും ബർഗറും ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പൊ അയാള് പറഞ്ഞു അമ്മ സ്നേഹത്തോടെ വാങ്ങിച്ചെന്നല്ലേ കഴിക്കുന്നു. ഉടനെ ഇവള് പറയാ ഞാനും സ്നേഹത്തോടെ തരാമെന്നും പറഞ്ഞ് ചോറില് പരിപ്പും സാമ്പാറും എല്ലാം കൂടി കുഴച്ച് അയാൾക്ക് ഉരുട്ടി കൊടുത്തു. അയാൾക്കാണെങ്കിൽ അത് കഴിക്കണോ തൂപ്പണോന്നറിയാതെ പാവം ഓടിപ്പോയി. മമ്മ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ ഇവരോട് പറയുന്നേ? പറയണം. നിന്റെ ഇഷ്ടങ്ങളെല്ലാം എന്റെ ചേച്ചി അറിഞ്ഞിരിക്കണം. ഞാനില്ലെങ്കിൽ ചേച്ചിയാണ് നിന്റെ അമ്മ. സന്ധ്യേ, ആദ്യയുടെ ഇഷ്ടങ്ങളെ കുറിച്ച് എന്നോട് എന്തിനാ പറയുന്നേ? അതെല്ലാം ഉടൻ തന്നെ മനസ്സിലാവും ചേച്ചി. ആ, ഇനിയും കുറേ സ്ഥലങ്ങൾ കാണിക്കാനുണ്ട്. വന്നേ, എങ്ങോട്ടാ? വന്നേ. പറയാം, വന്നേ വാ. Hello, madam. Namaskaram. യാ, Can I get one picture, please, if you don't mind? അയാൾക്ക് ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കണം. എടുക്കാലോ അല്ലേ? പ്ലീസ് കം. Oh, thank you, thank you. Namaskaram. താങ്ക് യു. Namaskaram. നിനക്ക് ഇവിടെ പോലും ഫാൻസ് ആയി ചേച്ചി.
കണ്ടില്ലേ ചേച്ചി അവൾ എന്ത് ദേഷ്യപ്പെട്ട പോകുന്നതെന്ന്? പെട്ടെന്ന് നടക്ക്, അവളെ പിടിക്കാം. വാ. അതൊക്കെ പോട്ടെ, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? അതിന്റെ കാരണം എന്താ? അതാദ്യം പറയ് സന്ധ്യേ. അത് ചേച്ചി അങ്ങോട്ട് നോക്ക്, അവിടെ പോയാലോ? വാ ചേച്ചി. സന്ധ്യ, വാ. സന്ധ്യ നിക്ക്. ഓടി വാ. സന്ധ്യ. വാ ചേച്ചി. നിക്ക്. ചേച്ചി പാട്.